എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ വൈറ്റ് ബിയർഡ് അവൻ പറയും, എയ്സ് നീ ഞാൻ പറഞ്ഞിട്ടാണ് അവനെ തേടിപ്പോയത്. സോ ഇതിനെല്ലാം കാരണക്കാരൻ അത് ഞാനാണെന്ന് പറയും. എയ്സ് ആണെങ്കിൽ ആ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ എന്തായി പറയണേ? ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് പോയത്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി ഉണ്ടായെന്ന് പറയും. പക്ഷെ വൈറ്റ് ബിയർഡ് ആള് തീർത്തു പറയും, ഒരിക്കലുമല്ല, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. മാത്രമല്ല നീ എന്റെ മകനാണ്. വൈറ്റ് ബിയർഡിന്റെ മകനെ തൊടാൻ ഞങ്ങൾ ആരെ അനുവദിക്കില്ല. വൈറ്റ് ബിയർഡിന്റെ പവർ അതെന്താണെന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ പൈററ്റ്സിനോട് റെഡിയാവും പറയും. പക്ഷെ നേവിക്കാർക്കാണെങ്കിൽ വലിയ കുലുക്കൊന്നുമില്ല. കാരണം അവരുടെ അടുത്ത് ഇപ്പൊ ഒരുപാട് വാർലോഡ്സ് ഉണ്ട്, 3 അഡ്മിറൽസ് ഉണ്ട്, ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. സോ സിമ്പിൾ ആയിട്ട് വൈറ്റ് ബിയർഡിനെ തോൽപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് അവരിയ്ക്കുക. മറ്റൊരു ഭാഗത്ത് ആ ഡോ ഫ്ലെമിംഗോ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ആവേശം. അവനിപ്പോ പ്രിൻസസിനെ നോക്കി വമ്പം കൗണ്ടറൊക്കെ അടിച്ച് ഫൈറ്റ് ചെയ്യാൻ ചാടി ചാടി നിൽക്കും. പ്രിൻസസിനാണെങ്കിൽ അവന്റെ സംസാരവും ആറ്റിറ്റ്യൂഡൊന്നും തീരെ ഇഷ്ടാവില്ല. അവള് ലൂഫിയെ ഓർത്ത് അങ്ങനെ അവനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. അതിപ്പോ പതിയെ പതിയെ പുറകിലേക്ക് പോവാണ്. കപ്പൽ മാത്രമല്ല, കപ്പലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോ നല്ല രീതിയിൽ കാറ്റടിച്ച് പറന്നു പോവും. പറ്റുന്നവരൊക്കെ തന്നെ ആ കപ്പലിന്റെ ഓരോ ഭാഗത്തും അങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. ബഗ്ഗിയാണെങ്കിൽ അവന്റെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാരുടെ കപ്പല് എത്ര ദൂരം അകത്തേക്ക് വന്നോ അത്ര ദൂരം തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ ജിംബൈക്കാണെങ്കിൽ ആ കാറ്റിന്റെ പവറും കടലിന്റെ വേവ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വൈറ്റ് ബിയർഡ് ആളവിടേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന്. ലൂഫി ടെൻഷനായിട്ട് ഇപ്പൊ ജിംബയോട് പറയും, ജിംബൈ നമുക്ക് എങ്ങനെയെങ്കിലും മുൻപോട്ടേക്ക് പോയേ പറ്റൂ. ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് ക്ലോസ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് വീണ്ടും അകത്തേക്ക് പോകണം. ജിംബൈ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായാലും നമ്മൾ അകത്തേക്ക് പോവും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കട്ടയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ബഗ്ഗിയാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം അവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എങ്ങനെയെങ്കിലും നിങ്ങൾ കപ്പലകത്തേക്ക് കൊണ്ടുപോകണം. കപ്പലകത്ത് എത്തിക്കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ബഗ്ഗി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പൊ 3 പൈററ്റ്സ് ഇപ്പൊ ബഗ്ഗിയോട് പറയും, മാസ്റ്റർ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ ഇരിക്കാൻ പാടില്ല. മാസ്റ്ററിന്റെ പവർ എന്താണെന്ന് മാസ്റ്റർ ഇപ്പൊ വേണം കാണിക്കാനായിട്ട്. മാസ്റ്റർ ഇങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗതി അതെന്താവും? ഞങ്ങൾ എല്ലാവരും മാസ്റ്ററിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അതിന് ബഗ്ഗി ക്യാഷ്വലായിട്ട് പറയും, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം വരും, അപ്പൊ വേണം നമ്മൾ നമ്മുടെ പവർ കാണിക്കാൻ. അത് കേൾക്കുമ്പോ അതിലൊരു പൈററ്റ് ഇപ്പൊ ബഗ്ഗിയെ സപ്പോർട്ടും ചെയ്യും. നീ നമ്മുടെ മാസ്റ്ററിനെ നോക്ക്, ആൾ എത്ര മാസാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം സിമ്പിൾ ആയിട്ട് കിടക്കുന്നു. ഇത്രയും ധൈര്യവും സ്ട്രെങ്ത്തും ഉള്ള ഒരു മാസ്റ്ററിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ സൂപ്പറാണ്. അവര് പറയുന്നൊക്കെ കേട്ട് നമ്പർ 3 അവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ബഗ്ഗിക്കാണെങ്കിൽ കുറച്ച് പേടിയൊക്കെ ആവും. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും പോസിറ്റീവായ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ കണ്ണും പൂട്ടി കോട്ടുവായൊക്കെ ഇട്ട് അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങും. അപ്പൊ അവരുടെ കപ്പലാണെങ്കിൽ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കിട്ടിങ്ങി വിറയ്ക്കും. എല്ലാവരും എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അത്രയും നേരം പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പല് അതിപ്പോ ഫുൾ ഫോഴ്സിൽ മുൻപിലേക്ക് പോവാണ്. ലൂഫി ജിംബയോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എങ്ങനെയാണ് ഇപ്പൊ കപ്പല് മുൻപോട്ടേക്ക് പോകുന്നത്? അതിനവൻ പറയും, ഇല്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റിയറിങ് അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ ബഗ്ഗിയോട് പറയും, മാസ്റ്റർ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് അത്ഭുതം സംഭവിച്ചു, കപ്പലിപ്പോ മുൻപോട്ടേക്ക് പോവാണെന്ന് പറയും. ബഗ്ഗിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ കപ്പലിന്റെ മുൻപിലേക്ക് പോയി നിൽക്കും. ലൂഫി ആണെങ്കിൽ ഒരുപാട് ആവേശത്തില് നിലവിളിക്കാനൊക്കെ തുടങ്ങും. ആ കപ്പൽ മുഴുവൻ ഇപ്പൊ വലിയ ആരവം മുഴങ്ങുകയാണ്. കപ്പൽ അങ്ങനെ നല്ല സ്പീഡില് വീണ്ടും ഗേറ്റ് ഓഫ് ജസ്റ്റിസിനെ ലക്ഷ്യമാക്കി അങ്ങനെ കുതിച്ചു പായും. അപ്പൊ എന്തോ ഒരു വലിയ നിഴല് അവരുടെ കപ്പലിന് മുകളിലേക്ക് അങ്ങനെ വന്ന് മൂടാണ്. കട്ട് ചെയ്താ ഇവിടെ വാർലോഡ്സ്, അവിടെയുള്ള ജനങ്ങള്, മിലിറ്ററി സോൾജിയേഴ്സ് എല്ലാവരും വൈറ്റ് ബിയർഡിന്റെ ഓർഡറിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഉടനെ കടൽ വെള്ളത്തിനാണെങ്കിൽ എന്തൊക്കെയോ ചേഞ്ച് അവർക്ക് അനുഭവപ്പെടും. അവര് ദൂരേക്ക് നോക്കും. വലിയൊരു സുനാമി ആ നേവി ബേസ് ലക്ഷ്യമാക്കി അങ്ങനെ വരികയാണ്. വൈറ്റ് ബിയർഡ് അവിടെ ഉണ്ടായിരുന്ന സർഫേസിൽ ആഞ്ഞടിച്ച് അവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി ഇപ്പൊ സുനാമി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സെൻഗോക്കുവിനാണെങ്കിൽ മനസ്സിലാവും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവാണെന്ന്. അവിടെയുള്ള ജനങ്ങളും സോൾജേഴ്സും എല്ലാം ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. പക്ഷെ വൈറ്റ് ബിയർഡിനും ആളുടെ ക്രൂവിനും യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അവരാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് പവറായിട്ട് ടെററായിട്ട് നിൽക്കും. അടുത്ത നിമിഷം വമ്പൻ വേവ്സുകള് ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സിനെ നോക്കി അടിച്ചു തെറിപ്പിച്ച് അങ്ങനെ വരാണ്. ആ വേവ്സിന്റെ സ്ട്രെങ്ത് കണ്ട് ഇപ്പൊ സോൾജേഴ്സിന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്.
ഇവിടെ വാർലോഡ്സിനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. അവരാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് അത് നോക്കി നിൽക്കും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ആളുടെ പവർ തന്നെ കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കും. അടുത്ത നിമിഷം ആ അവക്കിജി അവനങ്ങനെ ചാടി വന്ന് ആ വലിയ വേവ്സിനെ അങ്ങനെ ഫ്രീസ് ചെയ്യാണ്. അതിനുശേഷം ഐസ് വെച്ച് ചില റാഡുകൾ ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് ബിയർഡിന് നേരെ വലിച്ചെറിയും. പക്ഷെ വൈറ്റ് ബിയർഡ് ആള് വീണ്ടും എയറിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയുടെ പവറിൽ അവക്കിജി അയച്ച എല്ലാ റാഡുകളും അതങ്ങനെ തിരിച്ച് അവക്കിജിയുടെ ബോഡി തന്നെ ആഞ്ഞെട്ടിക്കും. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് അവക്കിജി ഐസായി മാറിയതുകൊണ്ട് അവന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഒരു നേവി ബേസ് കാണിക്കും. അതിന് ചുറ്റുമുള്ള കടലിന്റെ ഭാഗങ്ങളെല്ലാം ഐസായിട്ട് നിൽക്കുകയാണ്. വൈറ്റ് ബിയർഡിന്റെ കപ്പലുകളാണെങ്കിൽ ഇപ്പൊ ഐസിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവർക്ക് മുൻപോട്ടേക്ക് അടുക്കാനായിട്ട് കഴിയില്ല. അത് കണ്ട നേവി സോൾജിയേഴ്സിന് അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വൈറ്റ് ബിയർഡ് ടീമും അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ സോൾജിയേഴ്സ് ആണെങ്കിൽ ആറഞ്ചം പുറഞ്ചം അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. വൈറ്റ് ബിയർഡിനാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലും ഉണ്ടാവില്ല. ചെറിയൊരു മന്ദഹാസത്തോടു കൂടെ വൈറ്റ് ബിയർഡ് അപ്പോഴും അവരെ നോക്കി നിൽക്കും. നേവിക്കാരുടെ അറ്റാക്ക് കണ്ട് ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ സോൾജേഴ്സ് അവരും തിരികെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലോങ് ഷോട്ടിലായിട്ട് സ്മോക്കർ ആളിപ്പോഴും സ്മോക്കൊക്കെ ചെയ്ത് ഈ ഫൈറ്റ് കാണും. ഈ ഫൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ വിലയിരുത്തി നിൽക്കുകയാണ്. അതിനുശേഷം അവന്റെ സോൾജേഴ്സുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ താഴേക്ക് ചാടി ഇറങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ടഷിക്കയുടെ തൊട്ടു പുറകില് ഒരു വില്ലൻ. അവനാണെങ്കിൽ വലിയൊരു ഗത എടുത്ത് അവൾ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. ഉടനെ സ്മോക്കർ അവനങ്ങനെ കറങ്ങി വന്ന് ആ വില്ലനെ അട്ടിച്ച് തെറിപ്പിക്കും. വൈറ്റ് ബിയർഡിന്റെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ വമ്പം പവറിലാണ്. അവരാണെങ്കിൽ കണ്ണും പൂട്ടി ആ സോൾജേഴ്സിനെ മുഴുവൻ ഷൂട്ട് ചെയ്ത് അങ്ങനെ ചുട്ടെരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. ഇപ്പൊ നടക്കുന്നത് നേവി സോൾജിയേഴ്സും വൈറ്റ് ബിയർഡിന്റെ ലോക്കൽ പൈററ്റ്സും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇപ്പോഴും വൈറ്റ് ബിയർഡിന്റെ മെയിൻ കമാൻഡേഴ്സ് അവരാരും പുറത്തേക്ക് വന്നിട്ടില്ല. അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് അവരുടെ ഫൈറ്റാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലെ വൈസ് അഡ്മിറൽസ് അവരാണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈറ്റ് ബിയർഡ് പൈററ്റ്സിനാണെങ്കിൽ വൈസ് അഡ്മിറൽസിനൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതം തോന്നും. അവർ അത്ഭുതത്തോടു കൂടെ ആയിരിക്കും അവരെ നോക്കുക. അതുപോലെ തന്നെ വൈസ് അഡ്മിറൽസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കിട്ടിയ അവസരമാണ്. ഒരു കാരണവശാലും നമ്മളിത് പാഴാക്കരുന്ന് പറഞ്ഞ് അവരിപ്പോ ഉഷാറായിട്ട് അവരുടെ അടുത്തേക്ക് ഓടും. വൈറ്റ് ബിയർഡ്സിന്റെ ടീമാണെങ്കിൽ വൈറ്റ് ബിയർഡിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. അവരവരുടെ ഫുൾ സ്ട്രെങ്തും ഫോഴ്സും ഉപയോഗിച്ച് നേവിക്കാരെ അവരെ അട്ടിച്ച് തകർത്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ നേവി സോൾജിയേഴ്സ് അവരും ഒട്ടും വിട്ടുകൊടുക്കാതെ അഡ്മിറൽസുമായി ചേർന്ന് ഫൈറ്റ് മുൻപോട്ട് കൊണ്ടുപോയി ഫൈറ്റ് ഇപ്പോ മറ്റൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ എയ്സിനെ തന്നെ നോക്കി നിൽക്കും. ആളുടെ തൊട്ടടുത്ത് എയ്സ് ഉണ്ട്. പക്ഷേ അവന്റെ അടുത്തേക്ക് പോകാനോ അവനെ രക്ഷിക്കാനോ ആൾ തയ്യാറാവാതെ നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ വാർലോഡ്സ് അവർക്കിപ്പോ യാതൊരു ഇൻഫർമേഷനും ഡയറക്ഷൻസിനും കിട്ടില്ല. അപ്പൊ അതിലൊരുത്തൻ അവൻ വോളണ്ടറി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ മുൻപോട്ടേക്ക് കടന്നു വരും. അതുകൊണ്ട് ബാക്കി വാർലോഡ്സ് അവർ വണ്ടറടിച്ച് അവനെ നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഹോക്കായുടെ കണ്ണ് കാണിക്കും. അവന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അവന്റെ സ്കില്ലും പവറും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. നല്ല സ്റ്റൈലും കണ്ണല്ലേ. ആക്ച്വലി മിഹാക്കാണ് ഈ ലോകത്തിലെ തന്നെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ. അവനോട് ഫൈറ്റ് ചെയ്യാൻ വൈറ്റ് ബിയർഡിന്റെ ടീമിലുള്ള ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അവനെ തോൽപ്പിച്ച പിന്നീട് അവരായിരിക്കും ഈ ലോകത്തിലെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ. അവനിപ്പോ അവന്റെ ബ്ലാക്ക് സ്ക്വാഡ് അത് പുറത്തേക്ക് എടുക്കും. അതുകൊണ്ട് സ്മോക്കർ ഷോക്കാവും. ടഷിക്കാണെങ്കിൽ ആ സ്ക്വാഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ലോകത്തിലെ ദ പോപ്പുലർ 12 സ്ക്വാഡില് ഒരെണ്ണമാണത്. മിഹാക്ക് അവന്റെ സ്ക്വാഡ് നീട്ടി ഒരൊറ്റ അടി. അതാണെങ്കിൽ ആടെയുണ്ടായിരുന്ന ഐസ് മുഴുവൻ ബ്രേക്ക് ചെയ്ത് അതിന്റെ വലിയൊരു പവർ ഇപ്പോ സാക്ഷാൽ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് പോവാണ്. വൈറ്റ് ബിയർഡ് അപ്പോഴും ഒരു കൂസലുമില്ലാതെ നിൽക്കും. ആ പവർ ആണെങ്കിൽ ബമ്പം ഫോഴ്സിൽ പൊട്ടിത്തെറിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.